അപ്പോൾ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലൊന്നും ഒരു ഇല കർക്കിടക മാസം കഴിക്കാറില്ല. അപ്പോൾ നമുക്കത് ഏതായാലും നോക്കാം കേട്ടോ. നിങ്ങളെ നാട്ടിലെങ്ങനെയാണത് എന്നൊക്കെ ഒന്ന് പറയട്ടെ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഏതുസേ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഒന്ന് കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ മുരിങ്ങയിലയെ കുറിച്ചാട്ടോ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലയല്ലേ മുരിങ്ങയില. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് മുരിങ്ങയില വറവാക്കാനും പിന്നെ പരിപ്പും കൂട്ടി വെക്കാനും ഒക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മളിങ്ങോട്ടൊന്നും ഈ മുരിങ്ങയില കഴിക്കാറില്ല. കാരണം പ്രായമുള്ളവരൊക്കെ പറയുന്നൊക്കെ നമ്മുടെ ഇവിടെ ഇവരൊക്കെ ആർക്കെയോ പറയുന്നത് കേട്ടിട്ടുള്ള അറിവാണ്, എനിക്കറിയില്ല. ഞങ്ങളൊന്നും കഴിക്കാറില്ല. കാരണം ഏതോ ഒരു ദിവസത്തിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഏത് ദിവസമാണെന്ന് ആർക്കും അറിയില്ല പോലും. അപ്പോൾ അതുകൊണ്ട് ആരും ആ ഒരു മാസം കഴിക്കലില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് മുരിങ്ങയില കർക്കിടക മാസം കഴിക്കാറുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയട്ടെ. അപ്പോൾ ഇതാ നിങ്ങൾ അങ്ങോട്ടൊക്കെ ഇതിനെന്താ പറയുന്നത്? നമ്മളിങ്ങോട്ടേക്ക് മുരിങ്ങയില എന്നാണ് പറയൽ. ഇനിയിപ്പോൾ ഓരോ ജില്ലയിൽ എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സമയമുള്ളപ്പം വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടെ. ടാറ്റാ, അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ.